ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പൂരി ഉണ്ടാക്കാനുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ റെസിപ്പി നമ്മൾ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തുടങ്ങാം. പൂരിക്ക് മാവ് കുഴയ്ക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിൽ 2 കപ്പ് വീറ്റ് ഫ്ലവർ എടുക്കണം. ഇതിൽ ആവശ്യമനുസരിച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. നമ്മൾ പൂരിക്ക് കുഴയ്ക്കുമ്പോൾ ഒത്തിരി ഹാർഡോ അല്ലെ ഒത്തിരി സോഫ്റ്റും ആവാൻ പാടില്ല. കുഴച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് അടച്ചു വെക്കണം. 15 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്നുകൂടി നല്ലോണം കുഴയ്ക്കണം. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കി മാറ്റി വെക്കണം. അത് തന്നെ നമ്മൾ പരത്തിയെടുക്കണം. പരത്തുമ്പോൾ ശ്രദ്ധിക്കണം, ഒത്തിരി കനം കുറഞ്ഞ് പോവാൻ പാടില്ല, അല്ലെ പൂരി പൊങ്ങൂല. എയർ ഫ്രയറിൽ ചെയ്യുന്നത് കൊണ്ട് ചെറിയ സൈസ് പൂരി തന്നെ പരത്തിയെടുക്കണം. എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ആദ്യം നമ്മൾ പരത്തി വെച്ചേക്കുന്ന മാവ് തിളച്ച വെള്ളത്തിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. നല്ലോണം ബോയിൽ ആവുമ്പോഴേക്ക് ഫ്ലെയിം കുറയ്ക്കാതെ തന്നെ അതിൽ പരത്തി വെച്ചേക്കുന്ന മാവിടണം. ബി കെയർഫുൾ, വെള്ളം ബോയിൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടണം. ഫ്ലെയിം കുറയ്ക്കാൻ പാടില്ല. എന്നിട്ട് 2 മിനിറ്റ്സ് 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ച് കുക്ക് ചെയ്യണം. വെള്ളത്തിൽ പൊങ്ങി തന്നെ ഇരിക്കണം. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിൽ വെക്കണം, ഒന്ന് ചൂട് ആറാനായിട്ട്. ആ സമയം കൊണ്ട് എയർ ഫ്രയർ ഒന്ന് 160 ഡിഗ്രിയിൽ വെച്ചിട്ട് 2 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ബോയിൽ ചെയ്ത പൂരി എയർ ഫ്രയറിലോട്ട് ഒരു 5 മിനിറ്റ്സിലേക്ക് വെക്കണം. ഇടയ്ക്കൊരു 1 മിനിറ്റ് കഴിയുമ്പോൾ വേണേ ഒന്ന് എടുത്ത് നോക്കാം. പൂരി ട്രേയിൽ ഒട്ടിയിട്ടുണ്ടേ ഒന്ന് ഇളക്കി വെക്കണം. 4-5 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മുടെ ഓയിൽ ഫ്രീ പൂരി റെഡി. സത്യത്തിൽ എത്ര ഹെൽത്തി ആണെന്ന് പറഞ്ഞാലും ഒരു പൂരി കഴിക്കാൻ ഇത്രയ്ക്കും മെനക്കെടേണ്ടി വന്നത് കൊണ്ട് ഒരു 3 പൂരി എയർ ഫ്രയറിൽ റെഡി ആയി വന്നപ്പോഴേക്ക് ഞങ്ങൾ പരത്തി വെച്ച് ബാക്കി മാവ് ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്ത് കഴിച്ചെണീറ്റ്. പിന്നെ ഓണസ്റ്റ്ലി എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ പൂരി ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ കഴിച്ചില്ലെങ്കിൽ അത് പപ്പടം പോലെ ആവും. നിങ്ങൾ പൂരി എയർ ഫ്രയറിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കോമെൻറ്റ്സിൽ ഷെയർ ചെയ്യുക. പൂരിയൊക്കെ വൺസ് ഇൻ എ വൈൽ കഴിക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ ഇത്രയ്ക്ക് പാടുപെടണോ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എന്താ അഭിപ്രായം താഴെ എഴുതി അറിയിക്കുക. Thanks for watching. Stay healthy and stay happy.